ഹലോ മുത്തുകളെ, സ്വത്തുക്കളെ, കരളുകളെ, കുളിരുകളെ, പഞ്ചാര കുഞ്ചുകളെ. സോ ഈ ഒരു വീഡിയോയിൽ എൻ്റെ മുത്തുമണികളോട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന വർഗീകരണം എന്ന് പറയുന്ന അധികമാർക്കും ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ കിങ്ഡം പ്ലാന്റയുടെ കുറച്ച് ഡിവിഷൻസ് പഠിക്കുന്നുണ്ട്. ആദ്യം ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. അതൊന്നും ചില ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇനി ഓർമ്മ ഇല്ലെങ്കിൽ ഓർമ്മയുള്ള പോലെ അഭിനയിക്കണം. നിങ്ങൾക്ക് ഫൈലം അനിമേലിയന്റെ ക്ലാസിഫിക്കേഷൻ ഓർമ്മ ഉണ്ടല്ലോ. കിങ്ഡം അനിമേലിയന്റെ ഒരു 9 ഫൈലം പറഞ്ഞോളൂ. പോരിഫറ, നിഡേറിയ, നിമറ്റോഡ, പ്ലാറ്റിയൽമിന്റെ, സനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കിനോഡർമേറ്റ, കോർഡാറ്റ. അതെല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കോഡൊക്കെ വെച്ചിട്ട്. അതെല്ലാവരും പഠിക്കണം. അതിനുശേഷം അതേ വീഡിയോന്റെ താഴെ തന്നെ കുറെ കുട്ടികൾ ചോദിച്ചിരുന്നു, സാർ കിങ്ഡം പ്ലാന്റേന്റെ ആ ഡിവിഷൻസ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചൊരു എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ എന്നുള്ളത്. ഇതാ പിടിച്ചോളൂ ടിപ്പ്. പിന്നെ എന്തിനാമത്തെ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു തരടാ. എടാ കിങ്ഡം പ്ലാന്റിനെ നമുക്ക് 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, 1 ആൽഗെ, എന്താണ് പേര്? ആൽഗെ. 2 ബ്രയോഫൈറ്റ, എന്ത് ഫൈറ്റ? ബ്രയോഫൈറ്റ. 3 ടെറിഡോഫൈറ്റ. 4 ജിംനോസ്പേം. 5 ആൻജിയോസ്പേം. അപ്പോൾ ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേം, ആൻജിയോസ്പേം. ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേം, ആൻജിയോസ്പേം. ഇങ്ങനെ 5 ആൾക്കാരുള്ളത്. അപ്പൊ ഇത് ഓർത്ത് വെക്കാം. എന്റെ മുത്തുമണികൾക്ക് ഞാൻ ഒരു കോഡ് പറഞ്ഞുതരാം. ഇതാ പിടിച്ചോളൂ ഒരു കോഡ്. ഓക്കെ, ഇതാ ഒരു സൂത്രവാക്യം. ആബ്രാ കേട്ടിട്ടില്ലേ? അതെ. ആബ്രാ ടെറിഡോ ജി ആൻഡ് ജി. എന്താണ് പേര്? ആബ്രാ ടെറിഡോ ജി ആൻഡ് ജി. ഒന്ന് പറഞ്ഞോളൂ. ആബ്രാ ടെറിഡോ ജി ആൻഡ് ജി. അപ്പൊ അതില് എന്താ? ആൽഗെ. എന്താണ്? ആൽഗെ. എന്താ? ബ്രയോഫൈറ്റ. ടെറിഡോ എന്താണ്? ടെറിഡോഫൈറ്റ. പിന്നെ ഈ ജി എന്താ? ജിംനോസ്പേം. മറ്റേ ജി എന്താ? ആൻജിയോസ്പേം. സിമ്പിൾ, അത്രേ ഉള്ളൂ. ആബ്രാ ടെറിഡോ ജി ആൻഡ് ജി എന്ന് ഓർത്ത് വെക്കുക. ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേം, ആൻജിയോസ്പേം. ഇനി ഇതിന്റെ പോയിന്റുകൾ പഠിക്കാൻ ഒരു സൂത്രവാക്യം ഉണ്ട്. അതായത് ഇതിങ്ങനെ നിങ്ങൾ മൊത്തം ഇങ്ങനെ കാണാപാഠം പഠിക്കുന്നുണ്ടോ? സിമ്പിൾ ആയിക്കാണ് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് ആൽഗെ ആവട്ടെ, ബ്രയോഫൈറ്റ ആവട്ടെ, ടെറിഡോഫൈറ്റ ആവട്ടെ, ഈ 3 ആളുകളിലും കുറച്ച് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 3 ആളുടെ പോയിന്റ് പഠിക്കാൻ എന്താ? 3 ആളുടെയും 4 പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത്. എത്ര പോയിന്റ് പഠിക്കാനുള്ളത്? 4 പോയിന്റ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെവിടെ കാണപ്പെടുന്നു? ആൽഗെ എവിടെ കാണപ്പെടുന്നു? ബ്രയോഫൈറ്റ് എവിടെ കാണപ്പെടുന്നു? ടെറിഡോഫൈറ്റ് എവിടെ കാണപ്പെടുന്നു? രണ്ടാമത്തത്, ഇതിന് റൂട്ടും സ്റ്റെമ്മും ലീഫും ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതായത് റൂട്ടും സ്റ്റെമ്മും ലീഫും ഉണ്ടോ അതോ ഇല്ലേ? അത് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു റൂട്ട്, സ്റ്റെം, ലീഫ്. അതായത് റൂട്ട്, വേരുകൾ, ഇലകൾ, തണ്ടല്ലെങ്കിൽ കാണ്ഡം, ആ ഒരു സാധനം ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഇതിന് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ? അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ഇതിന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെ? ഈ ഒരു 4 പോയിന്റ് പഠിച്ചാൽ ഈ ടോപ്പിക്ക് കഴിഞ്ഞു. ഇതാ പിടിച്ചോളൂ. നമുക്ക് എന്ത് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, ആദ്യം ആൽഗെ എവിടെ കാണപ്പെടുന്നു? ആൽഗകൾ ഏറ്റവും കുഞ്ഞു പ്ലാന്റ്സ് ആണ്. അവർക്ക് എന്ത് പ്രത്യേകിച്ച് റൂട്ടോ, സ്റ്റെമ്മോ, ലീഫോ ഒരു കുന്തോ ഇല്ല. ഒരു പാവപ്പെട്ട വിദ്യാർത്ഥികൾ. ഓക്കെ, പഞ്ചസാധുക്കളാണ്. അവരിവിടെ കാണപ്പെടുന്നത് വെച്ചാൽ കടലിലാണ് കാണപ്പെടുക. എവിടെ കാണപ്പെടുക? കടൽ അല്ലെങ്കിൽ ജലത്തിലാണ് കാണപ്പെടുക. പൂർണ്ണമായിട്ടും വെള്ളത്തിലാണ് കാണപ്പെടുക. കടലിൽ മാത്രമല്ല കേട്ടോ, വെള്ളത്തിലും കാണപ്പെടും. പൂർണ്ണമായിട്ടും അവർ വെള്ളത്തിലാണ് കാണപ്പെടുക. മോസ്റ്റ് ഓഫ് ദം അക്വാട്ടിക്. അതായത് കൂടുതലും എവിടെയാണ് അതിന്റെ ആവാസം? ജലമാണ് അതിന്റെ ആവാസം. അപ്പോൾ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? അക്വാട്ടിക് അല്ലെങ്കിൽ ജലം എഴുതി കൊടുക്കാം. അക്വാട്ടിക് അല്ലെങ്കിൽ ജലം. അപ്പൊ അവിടെയാണ് ആര് കാണപ്പെടാം? അയ്യോ, കള്ളി മാറിപ്പോയി. ഓക്കെ, അക്വാട്ടിക് അല്ലെങ്കിൽ ജലം. അവിടെയാണ് ആര് കാണപ്പെടാ? ആൽഗെ കാണപ്പെടാം. എന്നാൽ അതേസമയം ബ്രയോഫൈറ്റ് എവിടെ കാണപ്പെടുന്നു ചോദിച്ചാൽ കുറച്ച് നനവുള്ള സ്ഥലത്ത്. എവിടെ കാണപ്പെടുക? നനവുള്ള സ്ഥലത്ത്. ഇതാ ഈർപ്പമുള്ള പ്രതലങ്ങളിൽ. ഈർപ്പമുള്ള പ്രതലം എന്ന് പറഞ്ഞാൽ നനവുള്ള സ്ഥലം, മോയിസ്റ്റ് സ്ഥലം, അതായത് മോയിസ്റ്റ് സർഫസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ചാലൊക്കെ അല്ലേ, വെള്ളം പോകുന്ന ചാല്, അതേപോലെ തന്നെ കുളത്തിന്റെ വക്ക്, തോടിന്റെ വക്ക്, പുഴന്റെ വക്ക്, അങ്ങനെ അവിടെ പക്കാ വെള്ളത്തിലല്ല, പുഴന്റെ ഉള്ളിലല്ല. പുഴന്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, പുഴന്റെ തീരപ്രദേശം. അതേപോലെ തന്നെ കുളത്തിന്റെ ഉള്ളിലല്ല, കുളത്തിന്റെ പുറത്ത് ഒരു ചാലൊക്കെ ഉള്ള സ്ഥലത്ത് കുറച്ച് എന്തുണ്ടാവും? നനവുണ്ടാവും. അത്തരത്തിലുള്ള ഈർപ്പമുള്ള സ്ഥലത്താണ് ആര് കാണപ്പെടുന്നത്? നമ്മളുടെ ബ്രയോഫൈറ്റ് കാണപ്പെടുന്നത്. അപ്പോൾ മോയിസ്റ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ നനവുള്ള പ്രതലം. തൽക്കാലം ഞാൻ നനവുള്ള എന്ന് എഴുതി വെക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി അതേസമയം ടെറിഡോഫൈറ്റ് ആണെങ്കിൽ അത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതായത് ആദ്യം ഏറ്റവും ലോക്കൽ പ്ലാന്റ്, പിന്നെ കുറച്ചും കൂടി ടോപ്പ് പ്ലാന്റ്, പിന്നെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് പ്ലാന്റ്. അപ്പൊ ടെറിഡോഫൈറ്റിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം പ്ലാന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അത്യാവശ്യം ടോപ്പ് ആയിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് പിന്നെ എവിടെ കാണപ്പെടാം? സാധാ നമ്മളെ ഭൂമിയിൽ, നമ്മളെ ഈ നിരപ്പുള്ള സാധാ നമ്മൾ കാണുന്ന നമ്മളെ ചുറ്റുപാടിൽ എല്ലായിടത്തും ആര് കാണപ്പെടും? ടെറിഡോഫൈറ്റ് കാണപ്പെടും. അതെവിടെ കാണപ്പെടുന്നത് വെച്ചാൽ മെയിൻലി ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കരസസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ
നോർമലി നമ്മളെ ചുറ്റുപാടൊക്കെ ആര് കാണപ്പെടും? ഈ ടെറിഡോഫൈറ്റ് കാണപ്പെടും. ഓക്കെ, കരസസ്യങ്ങൾ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. അപ്പൊ ഇതാണ് ആദ്യത്തെ പോയിന്റ്, ഇവർ എവിടെ കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ആൽഗക്ക് റൂട്ടും സ്റ്റെമ്മും ലീഫ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. എടാ ഈ ചിത്രം നോക്ക്, പാവപ്പെട്ട ഒരു സസ്യമാണ്. അത് ജസ്റ്റ് ഒരു സിമ്പിൾ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒരു കുന്തോ ഇല്ല. ഒരു പാവം സാധു, പ്രത്യേകിച്ച് ഒരു കുന്തോ ഇല്ല. ഒരു പഞ്ചസാധു ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ആൽഗെ. ഓക്കെ, അതുകൊണ്ട് അതിന് റൂട്ടോ സ്റ്റെമ്മോ ലീഫോ नहीं है, no. അപ്പൊ നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട് സ്റ്റെം ലീഫ്. കാണ്ടം, വേര്, തണ്ട് അങ്ങനെയുള്ള യാതൊരുവിധ പരിപാടികളും ഇലയും ഒരു കുന്തവും അതിനില്ല. അതേസമയം ബ്രയോഫൈറ്റ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ചെടികളാണ്. ഇതാണ്ടോ, ഇതാണ് ബ്രയോഫൈറ്റ. അതിന് തണ്ടുണ്ട്, ഇലയുണ്ട്, ഇതിന്റെ താഴെ എന്തുണ്ട്? വേരുണ്ട്. അപ്പൊ തണ്ടും ഇലയും വേരൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ടെറിഡോഫൈറ്റയും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതിനും റൂട്ടും സ്റ്റെമ്മും ലീഫും എല്ലാം ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകതയിൽ എന്തുണ്ട്? റൂട്ടും ലീഫും സ്റ്റെമ്മും ഒക്കെ എന്തുണ്ട്? ഉണ്ട്. അപ്പൊ യെസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് വാസ്കുലാർ ടിഷ്യൂ. എടാ ബുദ്ധി വെച്ച് പറയടാ, ആൽഗെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോക്കൽ പ്ലാന്റാ. അതിന് ശരിക്കും റൂട്ടും സ്റ്റെമ്മും ലീഫും പോലും ഇല്ല. പിന്നെ അതിന് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടാവില്ല. അതെ, അതിന്റെ വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെന്റ് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ബ്രയോഫൈറ്റ എന്ന് പറഞ്ഞാൽ അതിന് റൂട്ടും സ്റ്റെമ്മും ലീഫൊക്കെ ഉണ്ട്. പക്ഷെ അതും എന്താണ്? കുഞ്ഞു ചെടികളാ. കുഞ്ഞു അത്രയൊന്നും വേണ്ട. ഓക്കെ, കുഞ്ഞു ചെടികളാണ്. അപ്പൊ അതിന് എന്തില്ല? വാസ്കുലാർ ടിഷ്യൂസ് ഇല്ല. അപ്പൊ വാസ്കുലാർ ടിഷ്യൂസോ അതെന്താ സാധനം? എടാ സൈലം ഫ്ലോയൊക്കെ അല്ലേ, അതാണ് വാസ്കുലാർ ടിഷ്യൂസ്. എന്നാൽ ടെറിഡോഫൈറ്റയിലേക്ക് എത്തുമ്പോൾ വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ ചോദിച്ചാൽ ഇല്ല. അതായത് വാസ്കുലാർ ടിഷ്യൂസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചർ, അതായത് ലളിത ഘടനയുള്ള ചെറുമട്ടത്തിൽ ചെറിയ രീതിയിൽ വളരെ ഒരു ആൾക്കാർ ഇപ്പൊ അവിടെ പരിപാടി നടക്കുന്നുണ്ടോ? ഉണ്ട്. അവിടെ വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോ? ഉണ്ട്. ഇല്ല. അങ്ങനെ ആ രീതിയിൽ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ ചോദിച്ചാൽ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു ലളിത ഘടനയുള്ള സിമ്പിൾ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു വാസ്കുലാർ ടിഷ്യൂസ് എവിടെയുണ്ട്? ടെറിഡോഫൈറ്റയിലുണ്ട്. അപ്പോൾ ആൽഗയിൽ വാസ്കുലാർ ടിഷ്യൂ നോ. ഓക്കെ, നോ. അതേസമയം ബ്രയോഫൈറ്റയിലോ അവിടെയും നോ, ആബ്സെന്റ് ആണ്. അല്ലെങ്കിൽ ആബ്സെന്റ് എന്ന് എഴുതി വെച്ചാലും മതി. അതേസമയം ടെറിഡോഫൈറ്റയിൽ ഉണ്ട്, പക്ഷെ സിമ്പിൾ സ്ട്രക്ചറാ, ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പ് വാസ്കുലാർ ടിഷ്യൂ ഒന്നുമില്ല. സിമ്പിൾ സ്ട്രക്ചർ അല്ലെങ്കിൽ ലളിത ഘടനയുള്ള വാസ്കുലാർ ടിഷ്യൂസ് ആണ് ഉള്ളത്. ഇനി ലാസ്റ്റ് റീപ്രൊഡക്ഷൻ. ആൽഗന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് അസെക്ഷൽ ആൻഡ് സെക്ഷൽ, അല്ലെങ്കിൽ ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ. പോത്തല്ല, ബോത്ത്. ഓക്കെ, ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ. അതായത് ലൈംഗികവും ഉണ്ടാവും അലൈംഗികവും ഉണ്ടാവും. അലൈംഗികം ഉണ്ടാവും. ഇനി അതേസമയം ബ്രയോഫൈറ്റ് ആണെങ്കിൽ ബ്രയോഫൈറ്റിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗമേറ്റ്സും സ്പോർസുമാണ്. ഗമേറ്റ്സും സ്പോർസുമാണ് ബ്രയോഫൈറ്റയുടെ റീപ്രൊഡക്ഷൻ മെത്തേഡ്. ഗമേറ്റ്സും സ്പോർസിന്റെയും മലയാളം എന്ത് ഗമേറ്റ്സും സ്പോർസും ആണ്. ഇനി അതേസമയം ടെറിഡോഫൈറ്റിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി ത്രൂ സ്പോർസ് ആണ്. അപ്പോൾ ടെറിഡോഫൈറ്റ് ആണെങ്കിൽ സ്പോർസ് മാത്രമാണ്, പക്ഷെ മറ്റേതാണെങ്കിൽ ഗമേറ്റ്സും കൂടി ഉണ്ട്. പിന്നെ ഫസ്റ്റത്തേതാണെങ്കിൽ സെക്ഷലും അസെക്ഷലും. അപ്പൊ ഈ ഒരു 4 പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഓരോന്നിനും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇവിടെ ആൽഗയ്ക്ക് ഞാൻ പറഞ്ഞു, ആൽഗ ഒരു സാധു, ഒരു പാവപ്പെട്ട ഒരു സുഹൃത്താണ്. ആൽഗെ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നുമില്ല. അത് ജസ്റ്റ് ഒരു സിമ്പിൾ സ്ട്രക്ചർ. ഒരൊറ്റ സിമ്പിൾ സ്ട്രക്ചറാണ് ആൽഗയ്ക്ക് ഉള്ളത്. ആ ഒറ്റ സിമ്പിൾ ടോട്ടൽ സ്ട്രക്ചറിനെ നമ്മളൊരു പേര് വിളിക്കും. ആ പേരും കൂടി ഇവിടെ നിങ്ങൾ സെപ്പറേറ്റ് പഠിച്ചു വെക്കണം. എന്താ പേരെന്നറിയോ? താലസ്. എന്താണ് പേര്? താലസ്. ആൽഗന്റെ ആ ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? താലസ്. ഓക്കെ, ദ ബോഡി കാൾഡ് ഈസ് താലസ്. ദ ബോഡി ഓഫ് ആൽഗെ ഈസ് നോൺ ആസ് ഡാഷ്. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്റെ മുത്തമണികൾ എഴുതി കൊടുക്കണം താലസ്. ഓക്കെ അല്ലേ? സന്തോഷം. ഇനി 2 ആൾക്കാരും കൂടി ബാക്കിയുണ്ട്. അതാരായിരുന്നു? ആബ്ര, ടെറിഡോ, ജിയാൻജി. അതിൽ ആബ്ര പറഞ്ഞില്ല, ആൽഗെ പറഞ്ഞു, ബ്രയോഫൈറ്റ് പറഞ്ഞു, ടെറിഡോഫൈറ്റ് പറഞ്ഞു. ഇനി ജിംനോസ്പേമും ഉണ്ട്, ആൻജിയോസ്പേമും ഉണ്ട്. ജിംനോസ്പേമും ആൻജിയോസ്പേമും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടോപ്പ് ആയിട്ടുള്ള നല്ല സെറ്റപ്പ് ആയിട്ടുള്ള നമ്മളെ ചുറ്റുപാടും കാണപ്പെടുന്ന സാധാ നോർമൽ മരങ്ങൾ, തെങ്ങ്, കവുങ്ങ്, അങ്ങനെയുള്ള എല്ലാവിധ ആളുകളും ഈ ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലോ പെടാം. തെങ്ങും കവുങ്ങും ആലും പിന്നെ അതുപോലെ തന്നെ തേക്ക് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ മെയിനായിട്ട് എവിടെ പെടാം? ആൻജിയോസ്പേമിലോ പെടാം. ഇനി ജിംനോസ്പേമിൽ വേറെയും കുറച്ച് ആൾക്കാർ പെടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇനി കേട്ടോളെ, ഇവിടെ നമ്മൾ ഇതിന്റെ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ എന്താന്ന് ചോദിച്ചാൽ, അതായത് ആദ്യം നമ്മൾക്ക് ജിംനോസ്പേമും ആൻജിയോസ്പേമും രണ്ടൊപ്പം തന്നെ പഠിക്കാം. ഇതിൽ ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ആൻജിയോസ്പേമിന്റെയും ജിംനോസ്പേമിന്റെയും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പഠിക്കണം. അതായത് ജിംനോസ്പേമിലാണെങ്കിൽ ജിംനോസ്പേമിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോണാണ്. എന്താണ്? കോൺ എന്ന് പറഞ്ഞാൽ കോൺ ഐസ്ക്രീം അല്ല. ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇവിടെ കണ്ടോ
ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടോ, ഇതാണ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, കോണ്. ഓക്കെ, ഇനി അതേസമയം ആൻജിയോസ്പേം ആണെങ്കിൽ അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ആണ്. ഏതാണ്? ഫ്ലവർ. അതായത് പൂവാണ് എന്ത്, പൂക്കളായിരിക്കും. അതാ പൂക്കൾ കണ്ടല്ലോ, പൂക്കൾ പൂവായിരിക്കും എന്ത്, ആൻജിയോസ്പേമിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ജിംനോസ്പേമില് സീഡിന്റെ ചുറ്റോറും ഫ്രൂട്ട് ഉണ്ടാവൂല. ഒരു സീഡ് അതിന്റെ ചുറ്റോറും എന്തുണ്ടാവില്ല, ഫ്രൂട്ട് ഉണ്ടാവില്ല. പക്ഷെ ആൻജിയോസ്പേം ആണെങ്കിൽ സീഡിന്റെ ചുറ്റോറും ആരുണ്ടാവും, ഫ്രൂട്ട് ഉണ്ടാവും. ഫ്രൂട്ട്സ് ആർ സീൻ കവറിങ് ദ സീഡ്സിനെ കവർ ചെയ്തുകൊണ്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സീഡ്സ് ആർ ഫോംഡ്, ദേ ആർ നോട്ട് എംബഡഡ് ഫ്രൂട്ട്സ്. സീഡ്സിന്റെ ചുറ്റോറും നോട്ട് എംബഡഡ് ഫ്രൂട്ട്സ് എന്തുണ്ടാവില്ല, ഫ്രൂട്ട്സ് ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ചക്കക്കുരുവിന്റെ ഉള്ളിലെ പുറത്ത് എന്തുണ്ട്, ചക്ക ഉണ്ട് ഇല്ലേ, ചക്കച്ചുള ഉണ്ട്. മാങ്ങന്റെ മാങ്ങന്റെ ഉള്ളിലുള്ള ഇതുണ്ടല്ലോ, മാങ്ങ വിത്ത്. ഓക്കെ, ആ മാങ്ങ വിത്തിന്റെ പുറത്താണ് എന്ത്, മാങ്ങ കിടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഒരു ഇപ്പോ ഒരു ആപ്പിളിന്റെ കുരുവിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, ആപ്പിൾ എന്ന് പറയുന്ന ആ ഫ്രൂട്ട് കിടക്കുന്നത്. അങ്ങനെ ഏതൊരു ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിലും ആ കുരുവിന്റെ പുറത്തായിരിക്കും എന്തുണ്ടാവുക, അതിന്റെ ഫ്രൂട്ട് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ എന്താണ്, ഹിബിസ്കസ്, മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, എല്ലാതും, ഇനി ജാക്ക് ഫ്രൂട്ട് ട്രീ ആണെങ്കിലും ഒക്കെ എന്തായിരിക്കും, മെയിൻ അധികം നമുക്ക് പരിചിതമായുള്ള എല്ലാ ട്രീകളും എന്താണ്, ആൻജിയോസ്പേം ആണ്. കാരണം അതിന്റെ സീഡ്സ് എംബഡഡ് വിത്ത് ഫ്രൂട്ട്സ് ആണ്. സീഡ്സ് എംബഡഡ് വിത്ത് ഫ്രൂട്ട്സ് ആണ്. അതായത് ഫ്രൂട്ട്സ് കൊണ്ട് സീഡ്സിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, കവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ സീഡ്സ് ആർ നോട്ട് എംബഡഡ് വിത്ത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, കവർ ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ആ പോയിന്റും ക്ലിയർ ആയി. ഇനി ഇവിടെ പോയിന്റ് ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. വാസ്കുലാർ ടിഷ്യൂസ് രണ്ട് സ്ഥലത്തുണ്ട്. കാരണം ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്ലാന്റാ. ടെറിഡോഫൈറ്റയിൽ വരെ വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ ടോപ്പ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ജിംനോസ്പേം, ആൻജിയോസ്പേം. ഇതിങ്ങനെ പ്ലാന്റുകളുടെ ആ സ്റ്റാൻഡേർഡ് ഇങ്ങനെ കൂടി വരിക ചെയ്യുക. ആൽഗെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോക്കൽ, ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ടോപ്പ്, ടെറിഡോ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ടോപ്പ്, ജിംനോസ്പേം പറഞ്ഞാൽ ഒന്നും കൂടി ടോപ്പ്, ആൻജിയോസ്പേം പറഞ്ഞാൽ ഏറ്റവും ടോപ്പ്. അപ്പൊ വാസ്കുലാർ ടിഷ്യൂസ് രണ്ടോടത്തുണ്ട്. പക്ഷെ ജിംനോസ്പേമിൽ സൈലമില്ല. പക്ഷെ ആൻജിയോസ്പേം ആണെങ്കിൽ അതിലെന്തുണ്ട്, വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്, അതിന്റെ ഒപ്പം ആരുണ്ട്, സൈലം വെസൽസും ട്രക്കീഡ്സും എല്ലാം ഒലക്കിയുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ്, വാസ്കുലാർ ടിഷ്യൂസ് പ്രസന്റ് ആണ്. വാസ്കുലാർ ടിഷ്യൂസ് എന്താണ്, പ്രസന്റ് ആണ്. ഇവിടെയും എന്താണ്, പ്രസന്റ് ആണ്. പക്ഷെ ഇവിടെ ആരില്ല, സൈലം എന്താണ്, സൈലം ആബ്സെന്റ് ആണ്. ഇവിടെ സൈലം എന്തായിരിക്കും, പ്രസന്റ് ആയിരിക്കും. സൈലം പ്രസന്റ് ആണ്. സൈലം മാത്രമല്ല, ട്രക്കീഡ്സും വെസൽസും ഒക്കെ എന്താണ്, പ്രസന്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി പഠിക്കാണ്ട്, അതായത് ഇതിന്റെ ഉദാഹരണങ്ങൾ. ജിംനോസ്പേമിന്റെ ഉദാഹരണം, അതേപോലെ തന്നെ ആൻജിയോസ്പേമിന്റെ ഉദാഹരണം. ആൻജിയോസ്പേമിന്റെ ഉദാഹരണങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾക്ക് അറിയുന്ന പ്ലാന്റ്സ് ആണ് എഴുതി കൊടുക്കുക. ഇപ്പൊ ഹിബിസ്കസ്, മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ആപ്പിൾ ട്രീ, ഓറഞ്ച് ട്രീ, പിന്നെ ഗുവാ ട്രീ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സപ്പോട്ട മരം, പിന്നെ എന്താണ് പറങ്കിയങ്ങ മരം, പിന്നെ ഇപ്പൊ എന്താ നിങ്ങൾക്ക് അറിയുന്ന ഫ്രൂട്ട്സ് ഒക്കെ എഴുതിയേക്കുക. അതൊക്കെ എന്തായിരിക്കും, ആൻജിയോസ്പേം ആയിരിക്കും. അതുകൊണ്ട് പരീക്ഷയ്ക്ക് അതിന്റെ ഉദാഹരണം ചോദിക്കൂല, കാരണം സിമ്പിൾ ആണ്. പക്ഷെ ജിംനോസ്പേമിന്റെ ഉദാഹരണം ഏതാ, സൈക്കസ് പൈന്. ഇതിന്റെ മലയാളം എന്ത് സൈക്കസ് പൈന്. അപ്പൊ ഇത് പലപ്പോഴും പല ആളുകൾക്കും ഇതിന്റെ ഉദാഹരണം ഓർമ്മ കിട്ടാറില്ല. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ അടുത്തൊരു കോഡ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എടാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫാസിൽ സർ, ഓക്കെ, ബഹുമാനപ്പെട്ട ഫാസിൽ അറക്കൽ. ഫാസിൽ സർ എന്ത് ചെയ്തു, ജിമ്മിന് പോയി. ജിമ്മിന് പോയി. എങ്ങനെ ജിമ്മിന് പോയത്, സൈക്കിൾമേലാണ് ജിമ്മിന് പോയത്. സൈക്കിൾമ ജിമ്മിന് പോയപ്പോ പോലീസ് കണ്ടു. പോലീസ് കണ്ടിട്ട് പോലീസ് ദുഷ്ടൻ, ഒരു ദുഷ്ടൻ, ആ ദുഷ്ടൻ എന്ത് ചെയ്തറിയോ, എനിക്ക് ഫൈൻ ഇട്ടു. ഫൈൻ ഇട്ടിടൂ പോലീസ്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സാർ എന്തിനാ സൈക്കിളിൽ പോയി ഫൈൻ, ഹെൽമെറ്റ് ഇട്ടിട്ടില്ലായിരുന്നു, അങ്ങനെ വിചാരിക്കാം. ഓക്കെ, അപ്പോ ഫാസിൽ സാർ എന്ത് ചെയ്തു, ജിമ്മിന് പോയി. എങ്ങനെ പോയത്, സൈക്കിളിൽ പോയി. അപ്പൊ എന്ത് കിട്ടി, ഫൈൻ കിട്ടി. അങ്ങനെ ആലോചിക്കാം. അപ്പൊ ഫാസിൽ സാർ ജിമ്മിന് പോയി, ജിംനോസ്പേം. എങ്ങനെ പോയത്, സൈക്കിളിൽ പോയി. അപ്പൊ സൈക്കസ്. അപ്പൊ ജിംനോസ്പേമിന്റെ ഒരു ഉദാഹരണം എന്താണ്, സൈക്കസ്. അങ്ങനെ പോയപ്പോ എനിക്ക് എന്ത് കിട്ടി, ഫൈൻ കിട്ടി. അപ്പൊ പൈന്. അതാണ് അടുത്ത ഉദാഹരണം. അപ്പൊ പൈനും സൈക്കസും എന്തിന്റെ ഉദാഹരണം, ജിംനോസ്പേമിന്റെ ഉദാഹരണം. പൈനും സൈക്കസും എന്തിന്റെ ഉദാഹരണം, ജിംനോസ്പേമിന്റെ ഉദാഹരണം. അത് കിട്ടിയല്ലോ. ഇനി ഇവിടെ നമ്മള് ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, അതിന്റെ ഉദാഹരണം പഠിക്കാൻ വേറൊരു സ്കീമുണ്ട്. നമ്മള് പോലീസല്ലേ എനിക്ക് ഫൈൻ ഇട്ടെ. ഈ പോലീസിന്റെ റാങ്കിങ് ഇങ്ങനെ എടുത്തു നോക്കിയാൽ ASP ഉണ്ടാവും, DSP ഉണ്ടാവും, SP ഉണ്ടാവും, IPS ഉണ്ടാവും, അങ്ങനെ പല ടൈപ്പ് ഓഫ് പോലീസ്മാരുണ്ടാവും. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും പറയുന്ന ഒരു പോലീസാണ് എന്ത്, ASP. എന്താണ്, ASP. ഓക്കെ, ASP സാർ അങ്ങനെയല്ലേ നമ്മൾ പറയാം. അല്ല പോലീസുകാരെ എടാ ഏട്ടാ ചേട്ടാ ഹൂഹ അങ്ങനെ നമ്മൾ പോലീസുകാരെ വിളിക്കൂല. SP സാർ IPS സാർ, ഓക്കെ സർ അങ്ങനെയല്ലേ പറയാം. ഓക്കെ, ASP സാർ, അത് ഓർത്ത് വെക്കുക. ASP സാർ, എന്താ സാർ ASP സാർ, എടാ സിമ്പിൾ. എന്താ, ആൽഗെ. എന്താണ് ആൽഗെ. അപ്പൊ SP എന്താ, SP സ്പൈറോഗൈറ. എന്താണ്, സ്പൈറോഗൈറ. SP എന്താണ്,
സ്പൈറോ ഗൈറ. അപ്പൊ സാർ എന്താ? സർഗാസം. ഹൈവ. അപ്പൊ ആൽഗന്റെ എക്സാമ്പിൾ എന്താ? സ്പൈറോ ഗൈറ സർഗാസം. മലയാളം തന്നെയാണ് ഇതാണ്. ഓ സ്പൈറോ ഗൈറ സർഗാസം ആൽഗെ. ASP സാർ എന്ന് ആലോചിക്കുക. A ആൽഗെ, SP സ്പൈറോ ഗൈറ സർഗാസം. ഓക്കെ. ഇനി ബ്രയോഫൈറ്റ് പഠിക്കാൻ ഒരു സ്കീം ഉണ്ട്. ബ്രയോഫൈറ്റ് പഠിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇതാ ബ്രയോഫൈറ്റിൽ ഇവിടെ ഒരു 6 കണ്ടോ? കണ്ടില്ലേ? ഓക്കെ. ഇനി ഇതിന്റെ ഉദാഹരണം നോക്കേ. റിക്സിയ, അവിടെ ഒരു 6 ഫുണേറിയ, അവിടെ ഒരു 6 അപ്പൊ റിക്സിയ, ഫുണേറിയ, ബ്രയോഫൈറ്റ എല്ലായിടത്തും എന്തുണ്ട്? 6 ഉണ്ട്. അപ്പൊ 6 ഓർത്ത് വെക്കുക. റിക്സിയ, ഫുണേറിയ, പിന്നെന്താണ്? ബ്രയോഫൈറ്റ. ആ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. ഇനി അടുത്തത് ടെറിഡോഫൈറ്റ. ടെറിഡോഫൈറ്റയിൽ ഇവിടെ കണ്ടോ? ടെറിഡോ. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം ടെറിസ്. പേര് തന്നെ ഉണ്ട്. ഇതാ ടെറിഡോ, ടെറിസ്. അതാണ് അതിന്റെ ഒരു ഉദാഹരണം. പിന്നെ മറ്റൊരു ഉദാഹരണമാണ് ലൈക്കോപോഡിയം. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. ലൈക്കോപോഡിയം ടെറിഡോഫൈറ്റിന്റെ ഉദാഹരണമാണ്. അല്ലെങ്കിൽ ടെറിഡോഫൈറ്റിൽ ഡി ഉണ്ട്, ലൈക്കോപോഡിയത്തിലും ഡി ഉണ്ട്. ടെറിഡോഫൈറ്റിൽ ടെറിഡോയുണ്ട്, ടെറിസിലും എന്തുണ്ട്? ടെറി എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്. സോ ടെറിഡോഫൈറ്റ, ടെറിസ്, ലൈക്കോപോഡിയം. ബ്രയോഫൈറ്റയിൽ 6 റിക്സിയയിൽ 6 ഫുണേറിയയിൽ 6 അപ്പൊ അത് അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ ASP സാർ ആൽഗെ, സ്പൈറോഗൈറ, സർഗാസം. പിന്നെ നമ്മളെ മറ്റേ കോഡ് ജിമ്മിന് പോയി. എങ്ങനെ പോയി? സൈക്കിൾ മാപ്പ് ഫൈൻ കിട്ടി. അപ്പൊ സൈക്കസ്, പൈന്, ജിംനോസ്പേം. ഓക്കെ അല്ലേ? സോ ഒന്നുമില്ല, നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഞാനൊരു ചോദ്യം തരാം. ആ ചോദ്യത്തിന്റെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതായത് റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ജിംനോസ്പേം. ജിംനോസ്പേമിന് ഒരു ഉദാഹരണം എഴുതുക. ജിംനോസ്പേമിന് ഒരു ഉദാഹരണം, ജിംനോസ്പേമിന് ഒരു എക്സാമ്പിൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം? കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് എടുക്കുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട ഫാസിൽ അടുക്കൽ വിരമിക്കുന്നു.